കെ എസ് രാധാകൃഷ്ണൻ സാർ, നമസ്കാരം. നമസ്കാരം. സാറിനെ ഞങ്ങൾ മലയാളത്തിലെ വായനക്കാരും അധ്യാപകരും അക്കാഡമിക് സമൂഹമൊക്കെ അറിയുന്നത് പണ്ഡിതനായ ഒരു എഴുത്തുകാരൻ എന്ന നിലയിലാണ്. പിന്നീട് കേരളത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എന്ന നിലയിലാണ്. പിൽക്കാലത്ത് ഞങ്ങളുടെ തലമുറയിൽ എത്രയോ പേരെ ജോലിക്കാരാക്കി മാറ്റിയ PSCയുടെ ചെയർമാൻ എന്ന നിലയിലാണ്. ഒടുവിൽ അങ്ങയെ മലയാളം അറിയുന്നത് BJPയിൽ ചേരുകയും BJPയുടെ ഒരു പണ്ഡിതനായ നേതാവായി മാറുകയും 1-2 തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയൊക്കെ ചെയ്ത ഒരാളെന്ന നിലയിലാണ്. ഞാൻ സാറിനെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പിറന്ന ഒരാൾ, മലപ്പുറത്ത് ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇന്ന് ഞാൻ സാറിനോട് ചോദിക്കുന്നത് വളരെ വ്യത്യസ്തമായൊരു ചോദ്യമാണ്. KS രാധാകൃഷ്ണൻ എന്ന പണ്ഡിതൻ ഖുർആൻ വായിച്ചത്, എനിക്കറിയാം അങ്ങ് വളരെ ഖുർആൻ്റെ വ്യത്യസ്ത ട്രാൻസ്ലേഷൻസ്, ഒരുപാട് ആഖ്യാനങ്ങൾ, ഖുർആനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ വായിക്കുക, അങ്ങേക്കത് വളരെ താല്പര്യമുള്ള വിഷയമാണെന്ന് അങ്ങയുടെ പല പ്രഭാഷണങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് അങ്ങ് ഖുർആൻ ആദ്യമായി വായിച്ചു തുടങ്ങിയ അനുഭവം ഏതാണ്? അതായത് ബൈബിൾ ഞാൻ വളരെ ചെറുപ്പത്തിലേ വായിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും രാമായണവും വേദവും ഒക്കെ ഞാൻ താല്പര്യമെടുത്ത് വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫിലോസഫി MA-ക്കാർക്ക് ഫിലോസഫി ഓഫ് റിലീജിയൻ എന്ന് പറഞ്ഞ ഒരു പേപ്പർ പഠിപ്പിക്കാൻ വന്നു. അപ്പോൾ എൻ്റെ ഒരു ശീലം അനുസരിച്ച് ഞാൻ ഈ ഒറിജിനൽ വായിക്കാതെ കുട്ടികളെ പഠിപ്പിക്കില്ല. സെക്കൻഡറി സോഴ്സ് വെച്ചുകൊണ്ട് ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു രീതി ഇല്ല, ഒറിജിനൽ തന്നെ വായിക്കും. അപ്പോഴാണ് ഇത് ഖുർആൻ ഏത് എന്നുള്ള കാര്യത്തിൻ്റെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ എനിക്ക് കുറേ കൂടി ഫെമിലിയർ ആയിട്ടുള്ളത് CN അഹമ്മദ് മൗലവിയുടെ തർജ്ജമ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വായിച്ചിട്ടില്ലെങ്കിലും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതുണ്ട് കയ്യിൽ. അപ്പോൾ NBS ആണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. പിന്നെ അത് തന്നെയല്ല, CN അഹമ്മദ് മൗലവിയെക്കുറിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ, എനിക്ക് മലയാളത്തിൽ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഒരേ ഒരു കഥാകൃത്തേ ഉള്ളൂ, അത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഞാനത് വെറുതെ പറയുന്നതല്ല. സാർ, ഭാഗ്യവശാൽ ഇന്നോ നാളെ ബഷീർ ദിനമാണ്. അതെ, ബഷീറിൻ്റെ ഓർമ്മ. അപ്പോൾ ബഷീറിന് കിട്ടാവുന്ന ഈ കൊല്ലത്തെ ഏറ്റവും നല്ല ട്രിബ്യൂട്ടായി. അല്ല, എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വൽ കണ്ടൻറ്റ് എഴുത്തിൽ വന്നിട്ടുള്ള ഒരാൾ ആ കാലത്തും അതിനുശേഷവും ബഷീർ മാത്രമേ ഉള്ളൂ, ഒരേ ഒരു ബഷീർ. അതായത് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുതരാം. ബഷീറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു ആവേശം വരുന്നതുകൊണ്ടാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബഷീറിൻ്റെ കഥാപാത്രങ്ങൾ എടുത്തു നോക്കണം. മാന്യനായിട്ട് വന്നേക്കണ നിസാർ അഹമ്മദ് അല്ലാതെ വേറെ ഒരാളും ഒരു മാന്യൻ എന്ന് പറയാവുന്ന ഒരാളില്ല. പക്ഷേ എന്നാൽ ഈ അമാന്യന്മാരൊക്കെ നായകന്മാരുമാണ്. നായകന്മാരായിട്ട് വരുമ്പോൾ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, ബഷീർ ഖുറാനിലൊരു വാക്യം വിശ്വസിക്കുന്നുണ്ട്: ലോകാലോകങ്ങളുടെ സ്രഷ്ടാവ് പരമകാരുണികനായ അല്ലാഹു പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും കാരുണ്യം നൽകിയിരിക്കുന്നു. കറക്റ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ബഷീർ വിശ്വസിച്ചിട്ടുണ്ട്. വേറെ എത്ര പേരത് വിശ്വസിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ബഷീർ അത് വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മഹാന്മാരായ ഇപ്പോൾ മഹാത്മാഗാന്ധിയിൽ മഹത്വം കാണുക എന്ന് പറഞ്ഞാൽ ഒട്ടും നമ്മൾ കാണേണ്ട കാര്യമില്ല. പക്ഷേ ഒറ്റക്കണ്ണൻ പോക്കറിലും പിന്നെ ഇത് ആനവാരി രാമൻ നായരും പൊൻകുരിശു തോമയിലും ഒക്കെ ഈ കാരുണ്യത്തിൻ്റെ അംശം കണ്ടെത്തുന്ന എഴുത്താണ്. അത് ചെറിയ കാര്യമല്ല, ഇവരിലാണ്. അതായത് ഈ പരമകാരുണികനായ അല്ലാഹു നൽകിയിരിക്കുന്ന, ദൈവം നൽകിയിരിക്കുന്ന ഈ കാരുണ്യം അവരിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ള അന്വേഷണമാണ് ബഷീറിൻ്റെ കൃതികളുടെ പ്രത്യേകത. അത് ബഷീറാണോ സാറിനെ ഖുർആനിലെത്തിച്ചത്? അല്ല, ബഷീറെ വായിച്ചപ്പോൾ ഇത് ഖുർആൻ്റെ സ്വാധീനമൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഈ സ്പിരിച്വൽ കണ്ടൻറ്റ് തന്നെ, കാരണം ഒരു മനുഷ്യൻ എന്ന് പറയുന്ന കഥ, പിന്നെ ജന്മദിനം എന്ന് പറഞ്ഞൊരു കഥ, ഇങ്ങനെ അല്ല ഇങ്ങനെ വന്നിട്ട് ഒരു അനാഥനെ വെച്ചുകൊണ്ട് പറയുന്നതാണ്. ഉടനെ ബഷീറിന് മാത്രം എഴുതാവുന്നൊരു വാചകമുണ്ട്: ജനിച്ച ഉടനെ നിന്നെ ഞെക്കിക്കൊന്ന് വല്ല പട്ടിക്കും ഇട്ടുകൊടുക്കാതിരുന്നത് അജ്ഞാതയായ ഒരു സ്ത്രീയുടെ മഹാകാരുണ്യമെന്ന്. എനിക്ക് ഷോക്കിംഗ് ആയിപ്പോയെന്ന് വെച്ചാൽ ഇപ്പം സംസാരിക്കുമ്പോൾ പോലും എനിക്ക് സഫോക്കേഷൻ വരും. കാരണം അങ്ങനെ എഴുതിയ ഒരു റൈറ്ററാണ് ബഷീർ. പിന്നെ അത് മാത്രമല്ല, ഒരു ഹിജഡയുടെ കഥയുണ്ട്, ഒരു വ്യഭിചാരത്തിന് വേണ്ടി ഒരു സുന്ദരി എന്നൊക്കെ പറഞ്ഞ്
അതിങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെ ഇത് കണ്ട് ഇയാൾ ഞെട്ടിയിരിക്കുന്ന, ഞാനപ്പോൾ ഓർത്തത് എല്ലാ ഭോഗത്തിനും ഈ ഒരവസ്ഥയുണ്ട്, സ്ത്രീഭോഗത്തിന് മാത്രമല്ല, നിങ്ങൾ കാണുന്ന എല്ലാ ഭോഗങ്ങൾക്കും ഈ ഒരവസ്ഥയുണ്ട്. അത് ചെറിയ കാര്യമല്ല. നമ്മൾ ഏത് ഭോഗത്തിൻ്റെ പോയാലും ഈ പറഞ്ഞ ആ ഹിജടയുമായി ലൈംഗിക ബന്ധം സ്ഥാപിക്കാൻ പോയ ഒരുത്തൻ്റെ അനുഭവം ഉണ്ടല്ലോ, ആ അനുഭവം വന്നുപെടും. അത് ലോകത്തിൻ്റെ സ്വഭാവമാണ്. ഇതൊക്കെ എഴുതിയിട്ടുള്ള പക്ഷേ ഇതെല്ലാം ഇങ്ങരുടെ ഒരു ആദിമ സ്രോതസ് ഖുറാനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴേക്കും ഞാൻ ഖുറാൻ എടുത്ത് വായിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അന്ന് ഏത് കോളേജിലാണ് സർ? ഞാൻ മാരേജ് കോളേജിൽ. അപ്പോൾ അത് വായിച്ചപ്പോഴേക്കും ഞാൻ ആദ്യം വായിക്കുന്നത് യൂസഫ് അലിയാണ്, ഇംഗ്ലീഷ്. അബ്ദുള്ള യൂസഫ് അലി. യൂസഫ് അലി അത് വളരെ ഒരു സ്പിരിച്വൽ, എന്താ പറയേണ്ട, ഒരു സ്പിരിച്വൽ പിൽഗ്രിമേജ് എന്ന നിലക്ക് അദ്ദേഹം നടത്തിയ ഒരു ശ്രമമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അത് ഞാൻ വായിച്ചു. അത് കമ്പോട് കമ്പ് ആദ്യം വായിച്ചതപ്പോൾ ഇംഗ്ലീഷിലാണ്. അപ്പോഴാണ് എൻ്റെ അടുത്ത് എൻ്റെ ഒരു പ്രൊഫസർ, അദ്ദേഹം മരിച്ചു, ഉമ്മർ എന്ന് പറഞ്ഞൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു ഇവിടെ, അറബി ഒക്കെ പഠിപ്പിച്ചിരുന്ന. അദ്ദേഹം ഇംഗ്ലീഷ് സാഹിത്യമൊക്കെ നന്നായിട്ട് വായിക്കുന്ന ഒരാളായിരുന്നു ആ കാലത്തോ? അതെ. സർ അദ്ദേഹം മലപ്പുറത്ത് ഇവിടെ വന്നാണ്, ഇവിടെ ഇവിടെ ഈ ശിവരാമൻ റോട്ടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. പ്രൊഫസർ സി ഉമ്മർ. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ഈ സിനിമാ നടൻ മമ്മൂട്ടിയൊക്കെ. അദ്ദേഹമാണ് മമ്മൂട്ടിയൊക്കെ അറബിക്ക് പഠിപ്പിച്ചതും അതിൻ്റെ സൗകര്യങ്ങൾ അതൊക്കെ പോയിക്കോട്ടെ. അപ്പോൾ അദ്ദേഹം ഇതാണ്. അപ്പോൾ ഉമ്മർ സാർ എൻ്റെ അടുത്ത് പറഞ്ഞ്, രാജേഷൻ നീ ഇതല്ല വായിക്കേണ്ടത്, നീ പിക്താളിനെ വായിക്കണം. മാർമഡ്യൂ പിക്താൾ. അപ്പോൾ പിക്താൾ എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ ഇംഗ്ലീഷിലാണ് എഴുതിയേക്കണം. ഇത് രണ്ടും വായിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സത്യത്തിൽ CN അഹമ്മദ് മൗലവി വായിക്കുന്നത്. 2 ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഇബ്രാഹിം മറ്റോ പറഞ്ഞിട്ട് ഒരു വ്യാഖ്യാനമുണ്ട് മലയാളത്തിൽ, അത് വായിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നത്ത്, എനിക്ക് വ്യക്തിപരമായി വളരെ സൗഹൃദമുള്ളൊരു മനുഷ്യനായതുകൊണ്ട്, അദ്ദേഹം പലവട്ടം എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള ഒരാളായതുകൊണ്ടും ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ്. അപ്പോൾ അദ്ദേഹം എനിക്ക് ചില പുസ്തകങ്ങളൊക്കെ ഇത് സംബന്ധിച്ച് വായിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. അതിലാണ് ആ ഖുറാൻ ലളിതസാരം എന്ന് പറയുന്ന ഗ്രന്ഥം വരുന്നത്. പിന്നെ അതിനുശേഷമാണ് അദ്ദേഹം തന്നെയാണ് എനിക്ക് ആ ഒരു നായർ കവിതയിൽ തർജ്ജമ ചെയ്തേക്കണ രാഘവാര്യരല്ല, ഒരു നായരാണത്. അദ്ദേഹം അത് ഈ ഖുറാൻ മുഴുവനും കിളിപ്പാട്ട് വൃത്തത്തിൽ തർജ്ജമ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വായിച്ചിട്ടുണ്ട്. അമരവാണി എന്നുള്ള പേരിൽ മനോഹരമായ അദ്ദേഹത്തിന് ഈ KG രാഘവൻ നായർ അദ്ദേഹത്തിന് ഈ കിളിപ്പാട്ട് വൃത്തങ്ങളിലുള്ള കൈയടക്കം അപാരമാണ്. പിന്നെ അസാമാന്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്തൊരു മനോഹരമായിട്ട് അയാൾ ചെയ്തിരിക്കുന്നറിയാം, അദ്ദേഹം ചെയ്തിരിക്കുന്നു. ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു പ്രശ്നം വെച്ചാൽ രണ്ടും ഉണ്ട് ഇതിനകത്ത്. ഞാൻ ആദ്യം ഖുറാനെക്കുറിച്ച് എഴുതിയ പുസ്തകം ഖുറാൻ ജനാധിപത്യ സമൂഹത്തിൽ എന്നുള്ളതാണ്. പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ഖുറാൻ ജനാധിപത്യ സമൂഹത്തിൽ. അതിനകത്ത് എൻ്റെ തിയറി എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഇപ്പോൾ സക്കാത്ത് എന്നുള്ളതിന് ഞാൻ കൊടുക്കുന്നൊരു വ്യാഖ്യാനമുണ്ട്, അത് ഇവർ കൊടുക്കുന്നൊരു വ്യാഖ്യാനമല്ല. ദൈവനാമത്തിൽ ഭക്ഷിക്കാനാണ് പറയുന്നത്. നീ ഈ പ്രപഞ്ചത്തിൽ നിന്ന് എന്തെടുക്കുമ്പോഴും അത് ദൈവനാമത്തിലേ എടുക്കാൻ പാടുള്ളൂ. കാരണം എന്താണ്? നീ അല്ല ഇതിൻ്റെ സ്രഷ്ടാവ്, നിൻ്റേതല്ല ഇത്, നീ ഉണ്ടാക്കിയതല്ല, നീ ഇവിടെ വന്നതാണ്. ബഷീറിൻ്റെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അനന്തമായ കാലം അല്ലാഹുവിൻ്റെ ഖജനാവിൽ മാത്രം നിനക്ക് കുറച്ച് കിട്ടിയിരിക്കുന്നു, നീ ഇവിടുത്തെ ഒരു സഞ്ചാരി മാത്രമാണ്. ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നിനക്ക് നിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ യു ആർ ഔട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നീ ഉണ്ടാക്കിയതല്ല. അപ്പോൾ നീ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഈ ദൈവനാമത്തിൽ എടുക്കുമ്പോൾ ഒരു കാര്യമുള്ളത്, ആർത്തി തീർക്കാൻ പറ്റില്ല, വിശപ്പ് തീർക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ടേക്ക് ദ മിനിമം എന്നുള്ളതാണ്. അതാണ് ബിസ്മി ചൊല്ലി ഭക്ഷിക്കണം എന്ന് പറയുന്നത്. അതിനെ ഈ മുസ്ലിങ്ങൾ അതിനെ എങ്ങനെയാണ് ധരിച്ചതെന്ന് വെച്ചാൽ, ബിസ്മി ചൊല്ലിയിട്ടുള്ള ആടിനെയും കോഴിനെയും പന്നിയല്ല പശുവിനെയൊക്കെ അറുത്തറുത്ത് ആവശ്യത്തിലേറെ തിന്നുക എന്ന്. അതല്ല, ടേക്ക് ദ മിനിമം. അത് മാത്രമുള്ളതല്ല, ഭൂമിയിലെ പട്ടിണി കിടക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. നിനക്കൊരു മണി അരി കിട്ടുമ്പോൾ അതിൽ നിൻ്റെ പേരുണ്ടോ എന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ നീ അതിൽ കൂടുതൽ എടുക്കരുതെന്നാണ്.
അപ്പോൾ ഇങ്ങനെ ഒരു വളരെ പ്ലസൻ്റായ ഒരു ഭാഗം ഇസ്ലാമിനുണ്ട്. എൻ്റെ വാദം ആ ഒരു പ്ലസൻ്റായ ഭാഗം പറയുന്ന ഒരു ജനാധിപത്യ സങ്കല്പമുണ്ട്. ഇപ്പോൾ സാമ്പത്തിക രംഗത്തെ ജനാധിപത്യമാണ് സക്കാത്ത്. അല്ലാണ്ട് ഇവർ പറയുന്ന രീതിയിൽ ഒരുത്തൻ എറിഞ്ഞു കൊടുക്കുന്നതല്ല. അതിന് ഇവരെന്ത് വെച്ചാൽ 5%, 2%, ഓരോരുത്തരുടെ വരുമാനമനുസരിച്ചിട്ട്, വ്യാഖ്യാതാവിൻ്റെ വരുമാന സ്രോതം അനുസരിച്ചിട്ട് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ വരുമാനമുള്ളവനാണെങ്കിൽ 10 കൊടുക്കാൻ തീരുമാനിക്കും, കൂടിയ വരുമാനമുള്ളവനാണെങ്കിൽ 1% കൊടുക്കാൻ പറയുള്ളൂ. അപ്പോൾ ആ പെർസെൻറ്റേജിൻ്റെ അല്ല, ഇതിനിങ്ങനെ ഒരു വശം ഇതിനുണ്ട്, നേരെ എതിരുമുണ്ട്. ഇതാണ് ഇതിനകത്ത് ഉള്ളൊരു പ്രശ്നം. ജനാധിപത്യ തലമുണ്ട്, വളരെ ഏകാധിപത്യ സ്വഭാവത്തോടു കൂടിയിട്ടുള്ള സംഗതികളുണ്ട്. യുദ്ധം മാത്രം നയിക്കുന്ന, യുദ്ധത്തിൻ്റെ ഭാഷ മാത്രം സംസാരിക്കുന്ന ഭാഗങ്ങളും അതിനകത്തുണ്ട്. ദൗർഭാഗ്യവശാൽ നമ്മുടെ മദ്രസകളിൽ രണ്ടാമത് പറഞ്ഞതിനാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. അവിടെയാണ് ഇതിൻ്റെ അപകടം വരുന്നത്. മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഫൈനർ ആസ്പെക്റ്റ് പറയുന്നില്ല. ഈ ഫൈനർ ആസ്പെക്റ്റിൽ വർക്ക് ചെയ്ത റൈറ്ററാണ് മുഹമ്മദ് ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ. ആ ആസ്പെക്റ്റിലാണ് വർക്ക് ചെയ്തേക്കുന്നത്. അതെ. ഈ യുദ്ധകാലാവസ്ഥയിലൊക്കെ പിറന്ന 2 കാര്യങ്ങൾ സാർ, ഞാൻ സാറിനോടൊരു ഒരു ഫിലോസഫിക് വ്യൂവിൽ സാറ് പറയുന്നുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. ഞങ്ങൾക്കൊക്കെ പലപ്പോഴും നേരിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇതാണ്. 2 കാര്യം. ഒന്ന്, ഒരു യുദ്ധകാലാവസ്ഥയിൽ പിറന്ന വചനങ്ങൾ സർവ്വകാലത്തേക്കുമായി, സവിശേഷമായൊരു കോണ്ടസ്റ്റിൽ പിറന്ന വാക്യങ്ങൾ സർവ്വകാലത്തേക്കുമുള്ളൊരു വേദപ്രമാണമായി മാറുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ ഉണ്ട്. പക്ഷെ അപ്പോൾ വേറൊരു പ്രശ്നമുണ്ട്, ആര് തീരുമാനിക്കും ഏത് കോണ്ടെക്സ്റ്റാണ്? അവിടെയാണ് എൻ്റെ പ്രശ്നം, വലിയ ഇഷ്യൂ ആണത്. പിന്നെ ഇതിനകത്താണെങ്കിൽ ഒരു വാചകമുണ്ട്, ഇതിൽ ഒരു വാക്കോ ഒരു കോമയോ കുത്തോ ഒന്നും നീക്കം ചെയ്യാനോ എടുത്തു മാറ്റാനോ നിനക്ക് അധികാരമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഈ കോൺട്രഡിക്ഷൻസ് ധാരാളമുണ്ട്. ഇതിൽ ഈ ആ ഫൈനർ ആസ്പെക്ട്സ്, ഇപ്പോൾ ബഷീറിനെയൊക്കെ സ്വാധീനിച്ച ആ ഘടകത്തിലാണ് സൂഫികൾ വർക്ക് ചെയ്തേക്കുന്നത്. ബഷീർ സൂഫി തന്നെ ആയിരുന്നല്ലോ. ബഷീർ ഒരു അനൽ ഹക്കൊക്കെ എഴുതിയതല്ലേ. അവർ സൂഫികളുടെ ഒരു പ്രത്യേകത. ആ ദർശനത്തിൻ്റെ ഒരു അടിത്തറ സാറിൻ്റെ വായനയിൽ ഖുർആനിലുണ്ടോ? ഞാൻ ഈ പറഞ്ഞ ഈ മൻസൂർ ഹല്ലാജിന്റെ വേറൊരു ബ്രോഡ് സെൻസിൽ നമ്മുടെ ശങ്കരാചാര്യരുടെ അതെ അദ്വൈതത്തിന്റെ അതേ സ്വാധീനം ഈ ഫൈനർ ആസ്പെക്റ്റിലുണ്ട് ഉണ്ടല്ലേ. കാരണം ഇത് നിന്റേതല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ തീർന്നില്ലേ? നമുക്ക് അദ്വൈതത്തിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന തെക്തേന ഭുഞ്ചീത ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ചീത മ ഗൃധ കസ്വസിദ്ധനം. ആരുടെയും മുതൽ നീ ആഗ്രഹിക്കരുത് എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം നിൻ്റേതല്ല എന്നാണ്. നീ ഇതിനകത്തുണ്ട്, പക്ഷേ നിൻ്റേതല്ല. നീ ഇതിൻ്റെ ഭാഗമാണ്, അവിഭാജ്യമായ ഘടകമാണ്, പക്ഷേ നീ മാത്രമല്ല. ഈ മണൽത്തരിക്കുള്ളതിൽ കവിഞ്ഞ ഒരവകാശവും നിനക്കില്ല. ബഷീർ അത് പറയുന്നുണ്ട്. ബഷീർ അത് പറഞ്ഞിട്ടുണ്ട്. ബഷീർ പറഞ്ഞേക്കുന്ന വേറൊരു കാര്യമുണ്ട്, ആ ഭൂമിയുടെ അവകാശികൾ. വല്ലാത്തൊരു ഗ്രീൻ ലിറ്ററേച്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഇനി അപ്പുറമൊന്നും ഉണ്ടാവാൻ അല്ല, ഗ്രീൻ ലിറ്ററേച്ചർ അത് സ്പിരിച്വൽ ലിറ്ററേച്ചറാണ്. ഇവർക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ്. അതാണ് ഈ പറഞ്ഞ ഈ സക്കാത്താണ് പുള്ളി എഴുതുന്നത്. കാരണം ഇത് എൻ്റേതാണെന്നും പറഞ്ഞിട്ട് ഞാൻ ഈ ആധാരവും പിടിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോഴാണ് അനന്തകോടി ജീവജാലങ്ങൾ വന്നിട്ട് ഇത് അവരുടേതാണെന്ന് പറയുന്നത്. അവർക്ക് കൂടി ഉള്ളതാണിത്. അതെ, തേന്മാവ് ഒക്കെ തന്നെ. അത് തേന്മാവിൻ്റെ ആ വെള്ളം അതിന് യൂസുഫ് സിദ്ദീഖ് അല്ല, ഇതിന് വളരെ മധുരം കൂടും. കാരണം ആ വെള്ളം ഒഴിച്ചതാണെന്ന് പറയുന്ന അതുപോലെ മറ്റേ ഇത് മാന്ത്രികപ്പൂച്ച എന്ന് പറഞ്ഞൊരു ഫിലോസോഫിക്കൽ ഡിസ്കോഴ്സ് അല്ലേ. ഒരു സന്യാസിയും ഇദ്ദേഹവും കൂടി, ഒരു പാലത്തിൻ്റെ താഴെ താമസിക്കുന്ന സന്യാസി മറ്റേ സിഗരറ്റ് ടിന്നിൽ ചായ ഉണ്ടാക്കുന്ന, പഴയൊരു സിഗരറ്റ് വരുന്ന ടിന്നുണ്ടായിരുന്നു. ആ ടിന്നിൽ ചായ ഉണ്ടാക്കിയിട്ട് ബഷീറുമായിട്ട് നിന്ന് സംസാരിക്കുന്ന ഒരു സന്യാസിയും ഈ ബഷീറിൻ്റെയും ഒരു ഡയലോഗുണ്ട്, മാന്ത്രികപ്പൂച്ച. ആ റേഞ്ചിലുള്ള ഒരു റൈറ്റർ. സാറ് പറഞ്ഞു വരുന്നത് ഈ ഖുർആനെ അതിൻ്റെ ഫൈൻ സൈഡിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ, ബഷീറിലൂടെ അതിനെ വ്യാഖ്യാനിച്ചാൽ അത് ഡെമോക്രാറ്റിക് ആണെന്ന് മാത്രമല്ല, ഓൾ ഇൻക്ലൂസീവ് ആണ്. ഒരു യൂണിവേഴ്സൽ ഫിലോസഫിയാണ് അതിനെ വികസിപ്പിക്കാവുന്നത്. അതിൻ്റെ ഒരു റേഞ്ചിലേക്ക് പോയ ഒരാളാണ് സർവമത സത്യവാദം എന്ന തിയറി അവതരിപ്പിച്ച ചേകന്നൂർ മൗലവി. എനിക്ക് ആദ്യം ഇസ്ലാമിസ്റ്റുകളിൽ നിന്ന് ഭീഷണി കിട്ടുന്നത്
ചേകന്നൂർ മൗലവിയുടെ ഒരു സമ്മേളനം ഞാൻ ഇവിടെ എറണാകുളത്ത് നടത്തി. സാർ മുൻകൈ എടുത്ത് നടത്തിയ? ഞാൻ മുൻകൈ എടുത്ത് നടത്തി. മീൻസ് അദ്ദേഹം മരിച്ചതിനൊക്കെ ശേഷം വളരെ കാലം. കാരണം ഞാൻ ഈ സർവമത സത്യവാദം ഖുറാനിൽ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, ഹനീഫ് എന്ന് പറഞ്ഞിട്ട്. അയാൾ ഗായകനും സംഗീതജ്ഞനുമൊക്കെയാണ്. അപ്പോൾ അയാൾ ഈ ചേകന്നൂരിയനാണ്. അയാൾ എനിക്ക് ഈ പുസ്തകം കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വിസ്തരിച്ചൊരു ഡെസർട്ടേഷൻ എഴുതിയിട്ടുണ്ട്. കാരണം സർവമത സത്യവാദം എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയിൽ ഈ നമ്മുടെ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ഏറ്റവും വലിയൊരു ഫിലോസോഫിക്കൽ ട്രീറ്റൈസാണത്. മലയാളത്തിലാണ് എഴുതിയതെന്ന് നോക്കണ്ട, ഒരു ഫിലോസോഫിക്കൽ ട്രീറ്റൈസാണ്. ഒരു വലിയ മതത്തിന് ഇങ്ങനെ ഒരു ഓൾ ഇൻക്ലൂസീവ് സ്ട്രക്ചർ ഇതിലുണ്ട്, അത് നമുക്ക് കണ്ടെത്താൻ കഴിയും എന്ന് പറയുന്ന ഒരു സാധനമാണത്. ഖുർആനെ ഡീപ്പായിട്ട് വായിച്ചു നോക്കിയ, മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ വളരെ ആഴത്തിൽ വായിച്ചു നോക്കിയ സാറിന് ചേകനൂരിൻ്റെ ഈ സർവമത സത്യവാദം? ഞാൻ സർവമത സത്യവാദത്തോട് യോജിക്കുന്ന ഒരാളാണ്. എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ ഈ മട്ടാഞ്ചേരിയിൽ മുസ്ലിങ്ങളുടെ ഒരു കൊച്ചുണ്ണി മാഷ്ട ഒക്കെ ഇതിൽ വ്യക്തിപരമായിട്ട് വളരെ അടുപ്പമുണ്ട് ഈ കുടുംബമൊക്കെ. അപ്പോൾ ഞാനവിടെ പോയി ചേകന്നൂരിൻ്റെ പേര് പറയാതെ ചേകന്നൂരിൻ്റെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. അപ്പോൾ കൊച്ചുണ്ണി മാഷ മക്കളുടെ ഭാര്യമാർ, അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും എന്നെ പിടിച്ച് നിർത്തി. സാറേ, മാഷ അവിടെ നിന്നേ, മാഷ് ഈ പറഞ്ഞതൊക്കെ എവിടെ നിന്ന് എടുത്തിട്ടാണ്, മാഷ് ഇതെങ്ങനെയാണ് കണ്ടെത്തിയതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ചേകന്നൂരിൻ്റെ, എൻ്റെ അല്ലോ എന്നും പറഞ്ഞ് ഇവരോട് പോയി. മാഷ് പറഞ്ഞാൽ കേൾക്കും, ചേകന്നൂർ പറഞ്ഞാൽ കേട്ടുവിടാന്ന്. അതെ അതെ. അല്ല, ഞാനിത് തിരൂര് പ്രസംഗിച്ചിട്ടുണ്ട്. സാക്ഷാൽ ഇ ടി മുഹമ്മദ് ബഷീർ ഇരിക്കുന്ന മീറ്റിങ്ങിൽ. അപ്പോൾ ആരോ പറഞ്ഞ് ഇതാരാണ് ഈ ആള് പറയുന്നത് എന്ന് ഞങ്ങൾക്ക് നോക്കി വരെയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഇതിനകത്ത് ഇങ്ങനെ ഒരു അംശമുണ്ട്. പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ദൗർഭാഗ്യം എന്താണെന്ന് വെച്ചാൽ, ഏതെല്ലാം ഈ പുരോഹിതൻ അതിനകത്ത് വന്ന് പെട്ടു എന്ന് മാത്രമല്ല അടക്കി ഭരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ചേകനൂരിനെ സൃഷ്ടിക്കുന്ന ഇസ്ലാം തന്നെ ചേകനൂരിൻ്റെ അന്തകന്മാരെയും സൃഷ്ടിച്ചതിൻ്റെ കാരണം അതാണ്. എന്ന് മാത്രവുമല്ല, മറ്റെങ്ങനെ എന്താണ് ഖുമൈനി. അപ്പോൾ ഇതിനൊരു ഫൈനർ സൈഡ് ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ചാണ് ആദ്യം എഴുതിയത്. ആദ്യത്തെ പുസ്തകം ഒരു അപാരം, ഒരു വല്ലാത്തൊരു സന്നിഗ്ധാവസ്ഥയല്ലേ സാർ? അതായത് അല്ല, അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ് പറഞ്ഞു ബഷീറിനെ പോലെ, മൻസൂർ ഹലാജിനെ പോലെ സൂഫികളെ സൃഷ്ടിക്കുന്ന അതേ ഖുർആൻ ഭീകരന്മാരെയും സൃഷ്ടിക്കുന്നു. അത് കാരണം രണ്ടാമത് എടുത്തു കഴിഞ്ഞാൽ ഭീകരനെ വരുള്ളൂ. കാരണം നിന്നെ കാണുന്നിടത്ത് വെച്ച് കൊല്ലണമെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഇത് തന്നെ ബൈബിളിലും ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടാം വത്തിക്കാൻ സുന്നഹദോസ് വന്നപ്പോൾ ബൈബിൾ എഡിറ്റ് ചെയ്തിട്ട് അതൊക്കെ മാറ്റി. അവർക്ക് ബൈബിൾ എഡിറ്റ് ചെയ്യാൻ പറ്റി. എഡിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ല. ബൈബിൾ എഡിറ്റ് ചെയ്തു. ഖുർആൻ എഡിറ്റിംഗ് പോലും ഒന്നും ഉച്ചരിക്കാൻ പറ്റില്ല. അല്ല, പറയാൻ പറ്റില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇതിനകത്ത് മഹാത്മാഗാന്ധി പറഞ്ഞതാണ് കറക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏത് മതഗ്രന്ഥമായാലും സത്യത്തിനും നീതിക്കും യുക്തിക്കും നിരക്കാത്ത ഒന്നും ഞാൻ അതിൽ നിന്ന് സ്വീകരിക്കില്ല. അത് കറക്റ്റ്. ആ നിലപാട് എടുത്താൽ മതി. എടുത്താൽ മതി. അത് ഈ ആധുനിക കാലത്ത് എനിക്ക് തോന്നുന്നത് ഭാരതത്തിൽ നിന്നേ ഇങ്ങനത്തെ ഒരു സിദ്ധാന്തം പോകാൻ പറ്റും. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇതിനാവശ്യമായ ഒരു സമീപനം ഉണ്ടാകുമെന്ന് തന്നെയാണ്. എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അല്ല, ഇതാണ് ഇതിന്റെ സെൻട്രൽ തീം എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് വ്യാഖ്യാനിക്കാനെങ്കിലും സാധിക്കും ആ തരത്തിലേക്ക് അല്ലേ? ഞാൻ അത് എഴുതിയിട്ട് പുതിയ വ്യാഖ്യാനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ സാറ്? ഇപ്പോൾ CH മുസ്തഫ മൗലവി നമ്മളെ ഫ്ലോറിൽ വരാറുണ്ട്. അദ്ദേഹം പുതിയ തലമുറയിൽ സർവ്വവേദ സത്യവാദം എന്നാണ്, ഇൻസ്റ്റെഡ് ഓഫ് സർവ്വമത സത്യവാദം, സർവ്വവേദ സത്യവാദത്തിൽ അധിഷ്ഠിതമായി ഖുർആനെ വ്യാഖ്യാനിക്കുന്ന പണ്ഡിതനാണ്. ABCD നമ്മൾ കൊണ്ടുവന്നിരുന്നു. അല്ല, അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് പിന്നെ വേറൊരു കാര്യം, ഈ വിമർശനത്തോട് നമ്മൾ അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമില്ല. ലെറ്റ് ദം ഡു ഇറ്റ്. അതെ, ദൈവത്തെ നമ്മളാണ് താങ്ങി നിർത്തുന്നതെന്ന് വിശ്വസിക്കുന്നത് പോലുള്ള ഒരു മണ്ടത്തരം മാത്രമല്ല, അഹങ്കാരം വേറെ. തീർച്ചയായിട്ടും സന്തോഷമുണ്ട് സാർ. എന്തായാലും സാറിൻ്റെ ഖുർആൻ വായന നല്ല ഏറ്റവും കൃത്യമായൊരു ദിവസം നാളെ ബഷീറിനെ ഖുർആൻ്റെ ഒരു ശരിയായ വായനയുടെ പ്രതീകമായി അവതരിപ്പിക്കാനും സാറ് തന്നെ അത് ഓർത്തെടുക്കാനും യാദൃച്ഛികമായിട്ട് നിമിത്തമായി തീർത്തും യാദൃച്ഛികമായി ABC ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട
യുക്തമായ ഏറ്റവും ഉചിതമായ ഒരു കാര്യം അല്ല, ഇത് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചു അല്ല, എല്ലാം അങ്ങനെ വരുന്നതാണ്. അതൊരു തീർച്ചയായിട്ടും സന്തോഷം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.